ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്പ് ലൈബ്രറിയിലുള്ള നോട്ടിഫിക്കേഷൻ ബാഡ്ജസ് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ്. ഇപ്പം ആപ്പ് ലൈബ്രറി എന്ന് പറഞ്ഞാൽ ആപ്പുകളുള്ള ലാസ്റ്റ് പേജിൽ പോയിട്ട് വീണ്ടും റൈറ്റിലോട്ടും സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ആപ്പ് ലൈബ്രറി കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ചില ആപ്പുകളുടെ മുകളിൽ ഇതുപോലെ എത്ര നോട്ടിഫിക്കേഷൻസ് ഉണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. അതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ബാഡ്ജസ്. ഇതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോം സ്ക്രീൻ ആൻഡ് ആപ്പ് ലൈബ്രറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ബാഡ്ജസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൻ്റെ താഴെയായിട്ട് ഷോ ഇൻ ആപ്പ് ലൈബ്രറി എന്നുള്ളത് ഓൺ ആയിട്ടാണ് കിടക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓഫാക്കി കൊടുക്കുക. ഓഫ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ആപ്പ് ലൈബ്രറി സെക്ഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ ബാഡ്ജസും ഇവിടെ കാണാൻ പറ്റില്ല. എന്തായാലും ഇങ്ങനെ നമുക്ക് ആപ്പിൾ ഐഫോൺസിൽ ആപ്പ് ലൈബ്രറിയിലുള്ള നോട്ടിഫിക്കേഷൻ ബാഡ്ജസ് ഒഴിവാക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.